നൃത്തം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അച്ഛനോട് പറഞ്ഞ അച്ഛൻ പഠിപ്പിക്കും. അവിടെ കൊടുക്കാനുള്ള പൈസ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിഷമം കാരണം തന്നെ പഠിക്കും. അല്ല ജപ്തിയായിരിക്കണമെന്നുള്ളൊരു ഇതിലൊക്കെ ബാങ്കില് നമ്മൾ ഷെഡ് വെക്കാനായിട്ട് എടുത്തായിരുന്നു ഒരു ഡാൻസ് മോളെ പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ ഒരു ഡാൻസ് പഠിപ്പിക്കാൻ ഭയങ്കര പൈസയായിരുന്നു. 15,000 രൂപ വേണമെന്ന് പറഞ്ഞ അടുത്ത് അവിടെ നിന്ന് കരഞ്ഞ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് കളിക്കേണ്ടത്. കളിക്കണമെന്ന് വാശി. ഞാൻ ഡാൻസ് കളിക്കാതെ പോകുള്ളൂ. പാട്ട് കേൾക്കാതെ അമ്മ ഡാൻസ് കളിച്ച് ഉത്സവം നടക്കല്ലേ. ഇങ്ങനൊന്നുമല്ല കളിക്കുന്നേ. അത് ഡാൻസ് പഠിച്ചവരുടെ അടുത്ത് പോയി നോക്കി പഠിച്ചിട്ട് അവര് കളിച്ച അത് കളിച്ചുണ്ടോ അങ്ങനെ സത്യങ്ങൾ സപ്പോർട്ടില്ല, സംസാരിക്കാറ് പോലും അവർക്കതൊരു കുറച്ചില്ല. ഡാൻസിനൊക്കെ പോകുമ്പോ എന്താ കേരട്ട നിക്ക് ഞങ്ങൾ കേട്ട അവര് കേരട്ട എന്നിട്ട് ഒത്തിരി നേരം അവരോട് ചോദിച്ചിട്ട് കേറും, വേണമെങ്കിൽ കേറും കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. യൂട്യൂബ് നോക്കി നൃത്തം പഠിച്ച ഒരു 4ാം ക്ലാസ്സുകാരിയുടെ വീട്ടിലാണ് ഞാൻ എത്തിയേക്കുന്നത്. പേര് നല്ല രസാട്ടോ, ഭക്തി. ഇതാണ് ഭക്തിയും ഭക്തിയുടെ അച്ഛനും അമ്മയും അനിയനും അല്ലെ. ഹായ് ഹായ് പറ. ഇതാണ് ആള് ഭക്തി. ഹായ് ഹായ്. എന്താണ്, നാണമാണോ? പിന്നെ നൃത്തമൊക്കെ കളിച്ച് യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ച് ആളാണ് ഇത്ര നാണം കെട്ട് നിക്കുന്നത്? നാണമില്ലെന്ന് എന്നോട് അമ്മ പറഞ്ഞായിരുന്നു. കക്ഷിയുടെ വേറൊരു നാണമില്ലെന്ന് ഞാൻ പറയാനുള്ളൊരു കഥ പറഞ്ഞുതരാം. ഇവിടെ കരിങ്കാളി, മറ്റേ നമ്മുടെ കരിങ്കാളിയല്ലേ ആ പാട്ടിന് കക്ഷിക്ക് പാട്ട് തന്നെത്താനെ കൊറിയോഗ്രാഫി ചെയ്യും. തന്നെത്താനെ കൊറിയോഗ്രാഫി ചെയ്തിട്ട് അടുത്തുള്ള അമ്പലത്തിൽ ചെന്നിട്ട് കളിക്കണം. കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് കളിക്കേണ്ടത്. കളിക്കണമെന്ന് വാശി. എന്നാ അമ്മ ബാക്കി പറ. കൊടുങ്ങല്ലൂർ ഇതാണ് കൊറിയോഗ്രാഫി ചെയ്ത് കളിച്ച് അപ്പൊ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞപ്പം എന്നാ പിന്നെ എനിക്കത് കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ നടയിൽ തന്നെ കളിക്കണമെന്ന് വാശി. അപ്പൊ അച്ഛൻ പറഞ്ഞു നമ്മൾ വെക്കം ചെന്ന് കൊല്ലത്തുനിന്ന് കൊടുങ്ങല്ലൂർ വരെ ചെല്ലുമ്പോൾ അവർ സമ്മതിക്കണമെന്നില്ല എന്നുള്ള ഒരു ഇത്. അപ്പം ഫസ്റ്റ് ഒരു വട്ടം അവർ അച്ഛൻ പോയപ്പോ പറഞ്ഞാൽ അവിടെ 10 മണിക്കപ്പുറം പ്രോഗ്രാം വെക്കില്ല. അന്ന് തൊട്ടേ അങ്ങനെ തന്നെ അല്ലേ അവിടെ. അപ്പൊ ഓൾറെഡി സെറ്റാണ് പ്രോഗ്രാം, നടക്കുമെന്നുള്ള അറിയില്ല. പക്ഷെ അപ്പോഴത്തേന് ഇവിടെ പട്ടിണി കിടന്ന സമരം തുടങ്ങി. ഭക്ഷണം കഴിക്കാതെ സമരം. എന്ത് പ്രശ്നം വന്നാലും ഞാനത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ അമ്പലനടയിലല്ലാതെ പിന്നെ വേറെ എവിടാ ഞാനത് കളിക്കുന്നേന്നായി. അങ്ങനെ അച്ഛൻ പറഞ്ഞ് 4 പേര് കൂടെ പുറപ്പെടാ, എന്തായാലും പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊല്ലത്തുനിന്ന് പോയി. രാവിലെ അവിടെ ചെന്ന് വൈകുന്നേരം ഈ ഒറ്റ നില നിന്ന് എന്താ പ്രശ്നം അവിടെ താലപ്പൊലി എന്തിനു നടക്കുക. 4ാം ദിവസം താലപ്പൊലി ഇടന്ന് തിരക്കും, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈലന്റ് ഒരു നില അവിടെ നിന്ന് ഞാൻ ഡാൻസ് കളിക്കാതെ ഇവിടെ പോകുന്നു. അവസാനം ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കാതെ സെക്രട്ടറി വന്നു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു മോളെ കളിപ്പിക്കുന്നുള്ള ബുദ്ധിമുട്ടല്ല, പക്ഷെ സ്റ്റേജിൽ ഓൾറെഡി ടൈം സെറ്റ് പ്രോഗ്രാം അല്ലേ. അവൻ പറഞ്ഞു മോക്ക് ആ നടയിലല്ലേ കളിക്കേണ്ടത്, കളിച്ച് ദേവി കാണണം, അത്രയല്ലേ ഉള്ളു. ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിരിക്കൊണ്ട് വെക്കം ചെല്ലെന്ന് പറഞ്ഞു. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ പോയി നിന്ന് കളിച്ചോളാൻ പറഞ്ഞു. വെക്കം കോസ്റ്റ്യൂം ഒക്കെ പുള്ളി തന്നെ സെറ്റ് ചെയ്ത കറുത്ത പാവടെ ഉടുപ്പും ഇങ്ങനെ ഈ കോമരം കെട്ടുന്നതൊക്കെ കെട്ടി അവിടെ ചെന്നിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കാതെ അമ്മോട് ഡാൻസ് കളിച്ച്. കാരണം അമ്പലത്തിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഉത്സവം നടക്കുകയല്ലേ. ഫോണില് ഞങ്ങൾ പാട്ട് ഓൾറെഡി വെച്ച് സ്റ്റാർട്ട് പറഞ്ഞു, ബാക്കി പോളം കളിച്ച് പാട്ട് അവള് പറഞ്ഞ് ഞാനും കളിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഡാൻസ് എന്റെ ഇരിപ്പുണ്ട്, ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം, പാട്ടില്ലാത്ത വീഡിയോ. നമ്മളത് എഡിറ്റ് ചെയ്ത് പാട്ട് കേറ്റിയതാ. കളിച്ച് കഴിഞ്ഞാണ് അവള് ഒന്ന് ശ്വാസം വിട്ടത്. അങ്ങനെ ഭയങ്കര വാശി. എന്ത് കാര്യം ഇപ്പൊ ഡാൻസ് ഇതിപ്പോ തിരുവനന്തപുരത്തിന്റെ പ്രോഗ്രാമിന് പോയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് ആണ്, ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ കലാഞ്ജലി ഫൗണ്ടേഷന്റെ 2 ദിവസത്തെ ലോങ്സ്റ്റ് ഡാൻസ് ഫെസ്റ്റിവല് നടക്കുന്നുണ്ട്, അതിലാർക്കും ജോയിൻ ചെയ്യാന്നുള്ളത്. അപ്പൊ ഉടനെ അച്ഛനെ കൊണ്ട് വിളിച്ചിറക്കിയപ്പം ട്രഡീഷണൽ ഐറ്റം മാത്രമേ പറ്റൂ, സെമി ക്ലാസിക്കലും പറ്റില്ല, ട്രഡീഷണൽ പക്ക ട്രഡീഷണൽ തന്നെ ആയിരിക്കണമെന്ന് അവര് പറഞ്ഞു. അപ്പോഴും നോ പറയരുതെന്ന്, ഞാൻ കളിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ ഒരു വീഡിയോ അയച്ചു കൊടുക്ക, അവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കണമല്ലോ. സ്കൂള് വിട്ട് വന്ന വെച്ചാ വീഡിയോ അയച്ചു കൊടുത്താൽ പോരെ. സ്കൂള് വിട്ട് വന്നിട്ടുണ്ട് 1 മണിക്കൂറിനകത്തേ ആയിട്ടുള്ളു. വെക്കയില് മാടുമേക്കും കണ്ണേ എന്നുള്ള നവ്യ നായർ കളിച്ച് മാടുമേക്കും കണ്ണേ പെട്ടെന്ന് പഠിച്ച് ആ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്ത് അവർ ഓക്കെ ആക്കിയിട്ടും പിന്നെയും പരീക്ഷണങ്ങളില്ലേ. അവിടെ ചെന്ന് പെർഫോം ചെയ്യും. ഒരു ഡാൻസ് ഇങ്ങനെ കളിക്കണമെന്നായിരുന്നു. പിന്നീട് പലരെയായി നമ്മൾ സമീപിച്ചു. ഒരു ഡാൻസ് മോളെ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര പൈസയാണോ? ചോദിച്ചപ്പോ ഒരു ഡാൻസ് പഠിപ്പിക്കാൻ 10 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നതിന് ഭയങ്കര പൈസ എത്രയായിരുന്നു? അപ്പൊ ഇവിടെ വന്ന് അച്ഛൻ 15,000 രൂപ വേണമെന്ന് പറഞ്ഞ അടുത്ത് 10 ദിവസം കൊണ്ട് ഒരു ഡാൻസ് പഠിപ്പിക്കാം. ഇവിടെ വന്ന് അച്ഛൻ എന്നിട്ട് ഞങ്ങൾ അതിനെ പറ്റി ചർച്ച ചെയ്തോണ്ടിരിക്കാതെ വന്നോണ്ട് മോള് ചോദിച്ചു എന്ത് വെച്ചാ കാര്യം. പറഞ്ഞു മോളെ പഠിപ്പിക്കണ്ടേ, മോക്ക് ഇതോണൊക്കെ പോകണ്ടേ പ്രോഗ്രാം. അത് ഞങ്ങളെ തുനിഞ്ഞിറങ്ങാൻ കാരണം വെച്ചാൽ പലരായി ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ ഇപ്പൊ സെലക്ഷൻ കിട്ടിയാലും അവിടെ ചെല്ലുമ്പോ മോളെ വേദിയിൽ
അവര് റിജക്ട് ചെയ്യും. അവര് ചെയ്യും. പ്രഗത്ഭരായ Dance നൃത്ത അധ്യാപകരൊക്കെ പഠിച്ചിട്ടില്ല, വരുന്നതിനെ അങ്ങനെ പറ്റി ഒന്നും അറിയാതെ ചെന്നാല് ഉം. തീർച്ചയായും റിജക്ട് ചെയ്യുന്നു. അപ്പൊ അവൾക്ക് വാശിയായി, ഞാൻ കളിച്ചേ പോരുള്ളൂ. അങ്ങനെ ഒന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ എവിടെയും പഠിക്കാൻ വിടണ്ട, ഞാനല്ലേ കളിക്കേണ്ട ആള്, എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് എനിക്ക് കളിക്കാൻ പറ്റുമെന്ന്. അവര് 10 ദിവസം കൊണ്ടെന്ന് പറഞ്ഞ ഡാൻസ് 10 ദിവസം കൊണ്ട് ഞാൻ ഒരു ഡാൻസ് അല്ല 4 ഡാൻസ് ഞാൻ പഠിച്ച അച്ഛനെ കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് ആ മാട് മേക്കും കണ്ണേ അത് ഒരു ദിവസത്തിന് മുന്നേ clear ആയി പഠിച്ചു. കളിക്കുന്നുള്ളെന്ന് പറഞ്ഞിരുന്നയാ. എന്നിട്ട് പിന്നെ 4 എന്നിട്ട് 10-11 മിനിറ്റോളം ദശാവതാരം, മഹാവിഷ്ണുവിന്റെ 10 അവതാരം, അത് അവള് രാവിലെ പഠിക്കാൻ തുടങ്ങി. സന്ധ്യ ആയപ്പോ കിടന്നുറങ്ങണെ കൊണ്ട് തന്നെ അത് കളിച്ചു കാണിച്ചിട്ട് അവള് കിടന്നുറങ്ങി. ഇപ്പൊ നാളെ ഒരു ഡാൻസ് പഠിക്കണമെന്നൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഇന്നേ സെറ്റ് ചെയ്ത് വെക്കും ഇന്ന ഡാൻസ്. പിറ്റേന്ന് ഉറക്കപ്പായെന്ന് എഴുന്നേറ്റ് ചായ കുടിയും കഴിയുമ്പോൾ തുടങ്ങും. യൂട്യൂബ് നോക്കിയാണോ പഠിക്കുന്നത്? ആ യൂട്യൂബ് നോക്കിയിട്ട് എങ്ങനെയാ പഠിക്കുന്നത്? ആ പാട്ട് എടുത്ത് വെച്ചിട്ട് ആ സ്റ്റെപ്പുകൾ നോക്കുവോ? അവര് കളിക്കുന്ന നോക്കി യൂട്യൂബ് നോക്കിയാ പഠിച്ചതെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ സ്റ്റെപ്പ് തന്നെയല്ലേ പഠിക്കുന്നത്, അല്ലാണ്ട് വേറെ പുതിയ കൈന്ന് വല്ല ഇടാറുണ്ടോ? എന്താ പറ്റാത്ത സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ആ സ്റ്റെപ്പ് എടുത്ത് മറ്റേനകത്ത് പിന്നെ കയ്യുന്നു കുറച്ച് സ്റ്റെപ്പ് ഞാൻ കയ്യിന്നിടും. പിന്നെ കുറെ മുദ്രകള് അതിനനുബന്ധിച്ച് മുദ്രകളെല്ലാം പഠിച്ചോ? ചില വീഡിയോസ് കാണാൻ പറ്റാതായപ്പം അച്ഛൻ TV മേടിച്ച് അതിനകത്തോട്ട് ഫോൺ കണക്ട് ചെയ്തിട്ട് സൂം ചെയ്ത് അങ്ങനെയാണോ പഠിച്ചത്? മുദ്രകളെല്ലാം പഠിച്ചോ? കുറച്ച് അടവുകള്, തട്ടടവ്, നാട്ടടവ്, അങ്ങനെ കുറച്ച് അടവുകള്, കാര്യങ്ങള്. മുദ്രന്ന് വെച്ചാല് ഇപ്പൊ ദശാവതാരത്തിന് 10 അവതാരം, 10 അവതാരത്തിന്റെ മുദ്രകള്. ആദ്യം ആ 10 അവതാരത്തിന്റെ മുദ്രകള് മനസ്സിലാക്കി എങ്ങനെയാ കാണിക്കുന്നേന്ന്. എന്നിട്ട് അത് പിന്നെ ഡാൻസ് പഠിക്കുമ്പോ അപ്പൊ മുദ്ര ഏതാ കാണിച്ചേന്ന് മനസ്സിലായി. 1-2 മോള് കളിച്ച് കാണിക്കാം, പാടി കളിച്ച് കാണിക്കാം. ഓ ശരി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും നൃത്തം പഠിക്കണം, ആരുടെയെങ്കിലും അടുത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛൻ പഠിപ്പിക്കും. പക്ഷെ അച്ഛന് പിന്നെ അവിടെ കൊടുക്കാനുള്ള പൈസ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിഷമം കാരണം തന്നെ പഠിക്കും. അച്ഛൻ അല്ലാണ്ട് ആരെങ്കിലൊക്കെ സ്പോൺസേഴ്സോ ആരെങ്കിലൊക്കെ വന്നങ്ങ് നമുക്കങ്ങ് കൊടുക്കാന്നേ, നമുക്ക് നോക്കാന്നേ, അങ്ങനെയൊക്കെ വന്നാ പോന്ന്. ഇവിടെ ഇല്ലേ, ഇവിടെ അടുത്തില്ലേ? ഇവിടെ തൊട്ടടുത്തൊക്കെ ഉണ്ട്. സപ്പോർട്ടില്ല, സംസാരിക്കാറ് പോലും ഇല്ല. നമ്മളോടൊന്നും ആരും സംസാരിക്കാറില്ല. ഇവിടെ ഇങ്ങനെയുള്ള ആളുകളാണ്, എന്താന്നറിയില്ല. ഇനി ഇവിടെ നേരെ മുകഞ്ഞ് നടന്നു എന്ന് ചിരിച്ചാ പോലും ഇവിടെ എല്ലാ കുട്ടികളും പഠിക്കണവരല്ലേ. ക്ലാസ്സിൽ പോയി പഠിക്കാതെ കൊണ്ട് കളിക്കുമ്പോന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു കുറച്ചില്. ഒരുപാട് പേര് പഠിക്കുന്നവരുണ്ട്. തൊട്ടപ്പുറത്ത് ക്ലബില് ഓണപരിപാടിക്ക് മോള് ഡാൻസ് മത്സരത്തിൽ പങ്കെടുത്തു. മോക്കായിരുന്നു ഫസ്റ്റ്. പിന്നെ സിംഗിളായിട്ടായിരുന്നു മോള് മത്സരിച്ചത്. പിന്നത്തെ വർഷം നമ്മൾ മത്സരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവര് റൂൾസേ മാറ്റി. സിംഗിൾ പെർഫോമൻസ് ഇല്ല, ജോഡിയായിട്ടേ പറ്റുള്ളൂ. ഒരു പേരും കൂടെ ഉണ്ടെങ്കിൽ മോള് അങ്ങനെ ഇവിടെ ആരും ഇല്ല, മോക്ക് സപ്പോർട്ട് വേറെ കൂടെ വരാൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മോള് കളിക്കണില്ലെന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനല്ലേ നോക്കൂ, ഉള്ള അവസരം ഇല്ലാണ്ടാക്കാനല്ലല്ലോ നോക്കണത്. അങ്ങനെയൊക്കെയാ പല പല കാരണങ്ങളുണ്ട് ഇവിടെ. ചേട്ടൻ എന്താ പണി? എനിക്ക് കൂലിപ്പണിയാണ്. അത് നിങ്ങൾ ഇത് ഞാനും ആലോചിച്ചു, ഇത്രയും വഴി സൈഡിലാണ്, അതായത് ഇത് മെയിൻ റോഡ് പോലെ മെയിൻ റോഡ് ഫീൽ ചെയ്തു. അതായത് ഇത് ശാസ്താംകോട്ട അല്ലെ, റെയിൽവേ സ്റ്റേഷന്റെ അടുത്തല്ലേ, കാരാളിൽ. ഓക്കെ, അപ്പൊ അവിടെ അടുത്തുള്ളതാണ്. അപ്പൊ ഞാനും ആലോചിച്ചു, ഇത്രയും അടുത്ത് ഇങ്ങനെ താമസിക്കുന്നതുകൊണ്ടാണ് ആളുകൾ ഒരു സഹകരണം ഇല്ലാന്നൊക്കെ ഡാൻസിനൊക്കെ പോയിട്ട് ഡാൻസിനൊക്കെ പോകുമ്പോ എന്താ കേരട്ട നിക്ക് ഞങ്ങൾ കേട്ട അവര് കേരട്ട എന്നിട്ട് കേറും, ഒത്തിരി അവരോട് ചോദിച്ചിട്ട് കേറും, വേണമെങ്കിൽ കേറ് എന്നൊക്കെ പറയും. പിന്നെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് കരിങ്കാളി ഇവിടെ അമ്പലത്തിൽ കളിച്ചിട്ട് ഇറങ്ങിയപ്പോ ഒരാള് ഇങ്ങനൊന്നുമല്ല കളിക്കുന്നേ, അത് ഡാൻസ് പഠിച്ചവരുടെ അടുത്ത് പോയി നോക്കി പഠിച്ചിട്ട് അത് കളിച്ചുണ്ടോ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞ് കുഞ്ഞു പ്രായത്തിലല്ലേ. മോക്ക് ഏതാണ്ട് 7 വയസ്സെങ്ങാനും ഉള്ളു, 7 വയസ്സൊക്കെ ഉള്ളു. 6 വയസ്സിൽ ആദ്യം സ്റ്റേജ് കയറിയത്, ആദ്യമായിട്ട് സ്റ്റേജ് കയറി ഡാൻസ് കളിക്കുന്ന. സത്യം പറഞ്ഞാൽ ഇതിലോട്ട് ഏറ്റവും ഇതായത് എപ്പോഴാണെന്നറിയാമോ? ലക്ഷ്മി സിനിമയില്ലേ, മനസ്സിലായി, അതൊരു എനിക്ക് തോന്നില്ല എത്ര എണ്ണം പറയാൻ പറ്റില്ല, അത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മനസ്സിന് സ്വയം ധൈര്യം വരുത്തി ആ സിനിമയിൽ ആ കൊച്ചു സിനിമ കണ്ടാ പുള്ളി
അതുവരെ ഒരു ഉള്ളിലൊരു എന്നെ കൊണ്ട് നടക്കുവോ, ഞാൻ ഇറങ്ങി തിരിച്ചാൽ എന്നെ കൊണ്ട് അതിന് മുന്നോട്ട് പിന്നെ ആദ്യം വിജയുടെ സിനിമാറ്റിക്കാരൻ ആദ്യം. മാത്രം വരുന്നത്. അത് പിന്നെ സിനിമാറ്റിക്കാണ്. ക്ലാസിക്കലിന്റെ പുറകെ പോയപ്പോ പിന്നെ എന്താ സിനിമാറ്റിക്ക് പറ്റുന്നില്ല. പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്താ ട്രോഫിയെ കാണിച്ചു തരാം. ചിത്രരചന മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മിമിക്രി ഉണ്ടെന്ന് പറഞ്ഞാ മിമിക്രി ഉണ്ട്. പിന്നെ ക്വിസ് മത്സരം ക്ലാസ് ഫസ്റ്റ് ആണ്. മിമിക്രി കാണിക്കേണ്ടി വരും. രണ്ടുപേരും ക്ലാസ് ഫസ്റ്റ് ആണ്. ആണല്ലേ? പഠനത്തിൽ ഫസ്റ്റ് ആണ്. Class ഒരു ക്വിസ് മത്സരം നടത്തി ഒരു വട്ടം ഇവിടെ ക്ലബിലല്ല ലൈബ്രറി മത്സരം നടത്തിയപ്പോ ഇയാൾക്ക് ഫസ്റ്റ് ഇയാൾക്ക് സെക്കൻഡ് ക്വിസ് മത്സരത്തിന്. എന്തിനു പോയാലും ഭക്തി വെറുതെ പോരാറില്ല. മേടിച്ചോണ്ട് പോകും. അത് നല്ല കാര്യമാണ് ചേച്ചി. നല്ല നമ്മളുടെ കഷ്ടപ്പാട് അറിഞ്ഞു വരുന്ന മക്കൾ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പൊ പോലും ഭക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാവും. അവരുടെ ഒരു ആവശ്യങ്ങൾ അതല്ല, അച്ഛനെ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ അച്ഛനെ ഫ്രീ ആയി വിടാം എന്നുള്ള. ഇപ്പോഴേ എനിക്ക് എന്തെങ്കിലും അച്ഛന് വേണ്ടിട്ട് ചെയ്യാൻ പറ്റുമോ, ഇത് അനിയന്റെ കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കണം. ഇപ്പോഴേ രണ്ടുപേർക്കും അതാണ് ചിന്തപ്പാട് കേട്ടോ. നമ്മളെ ഒരു തരത്തിൽ ഒരു കാര്യം പറഞ്ഞൊരു ബുദ്ധിമുട്ടി. 7 വയസ്സാകാറായി, മോക്ക് 10 വയസ്സ്. ഈ ഇത്ര വയസ്സിന്റെ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു കളിപ്പാട്ടത്തിന് പോലും അവരാവശ്യപ്പെട്ടിട്ടില്ല. അച്ഛനെ എന്ന് വെച്ചാൽ അങ്ങനെ പോലും അച്ഛനൊരു ബുദ്ധിമുട്ട് അവരുണ്ടാകാറില്ല. നമ്മ എന്താണോ ഉള്ളത് അത്. ഞങ്ങൾക്കിടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്നും പാടി കളിക്കാവോ? ഞാൻ വെറുതെ വെളിയിൽ ഇപ്പൊ എന്റെ അമ്മേ ഈ ഇവിടത്തെ ഭിത്തിയുടെ ഇത് എന്റെ ഡ്രസ്സേലും വീട് ഇറക്കി വിടില്ല, ആരും ഇറക്കി വിടില്ല, വാടക ചോദിച്ചു വരില്ല. അല്ല, ഇടയ്ക്ക് വിടാനായിരിക്കും, ജപ്തിയായിരിക്കണം എന്നുള്ളൊരു ഇതിലൊക്കെ ഇവിടെ ബാങ്കില് നമ്മൾ ഷെഡ് വെക്കാനായിട്ട് എടുത്തായിരുന്നത്. പക്ഷെ അത് ഇരുന്ന് പെരുകി ഇപ്പൊ അവര് പറയുന്ന 3.5 ലക്ഷം രൂപ ഒറ്റയടി അടച്ച് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അല്ല, സ്വന്തമായി വീടുള്ളവരുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് ഇതാക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്നാ അവര് അവര് നമ്മളെ പരിഹസിക്കുന്ന രീതിയിൽ അവര് പറയുന്ന പത്രത്തിലൊക്കെ വാർത്ത വരും, നാണക്കേടാവുകയെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ അവന് വിൽക്കാനും. ഞാനതിനകത്ത് എനിക്ക് എന്നതാ പറയണത് എനിക്കറിയില്ല. ഒന്ന് കളിച്ച് കാണിക്കാമോ? ഇല്ലെന്നേ, മോളൊന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം റെഡി ആവുന്നേ. ഒന്ന് കളിച്ചേ. എന്റെ സുഹൃത്ത് വിളിച്ചിട്ട് ഇപ്പൊ ഒരു സംശയം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങണ്ടല്ലോ, അതിന്റെ പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് കൊറിയോഗ്രാഫി ചെയ്ത് പഠിച്ചിട്ടുണ്ട് ആള്. അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞേക്കുന്നു. പാട്ട് കൊറിയോഗ്രാഫി ഇപ്പൊ ഏതൊരു അമ്പലത്തിൽ പ്രോഗ്രാം ചെയ്യുന്നാൽ തന്നെ ആ അമ്പലത്തിൽ തന്നെ പാട്ട് തലേന്ന് കൊടുത്താലും അവളത് കൊറിയോഗ്രാഫി ചെയ്ത് അവിടെ കളിക്കും. അല്ലാതെ മറ്റുള്ളവർ കളിച്ചതിനെ അനുകരിച്ച് അമ്പലങ്ങൾ അങ്ങനെ കളിക്കില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, കക്ഷി യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് പഠിച്ചേക്കുന്നത്. പ്ലേ ചെയ്യുക. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വാ 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 വാ. നല്ല വെയിൽ. ഞങ്ങൾ ഏതായാലും പെരക്കകത്തേക്ക് തന്നെ കയറി. വെയിലത്തിൽ നിൽക്കാൻ പറ്റൂല ഞങ്ങൾക്ക്. പിന്നെ ഈ പാട്ടിൻ്റെയൊക്കെ അർത്ഥം അല്ല, ആ ഭാവം അറിഞ്ഞിട്ടാണോ കുഞ്ഞ് ചെയ്യുന്നത്? അങ്ങനെയില്ല, അറിയാവുന്ന പോലെ. അത് ഞാൻ പറയാൻ കാരണം, നമ്മൾക്ക് ചിലവർക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം, പക്ഷെ അവർക്ക് ആ ഭാവം അല്ലെങ്കിൽ അതെന്താണ് ആ പാട്ട് എന്നുള്ളതെന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിലും ഭയങ്കര രസമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് കലാഞ്ജലിയിലെ ടീച്ചർ പറഞ്ഞത് മോൾക്ക് അഭിനയിച്ച് കളിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പാട്ട് പാടി അല്ല പാട്ടിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ കളിക്കുന്നത്? ചോദിക്കും എന്നോട്, പാട്ട് കൊണ്ടുവന്നിട്ട് ചോദിക്കും അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു അമ്മ, എന്തൊക്കെയാണ് അതിൽ അർത്ഥമാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിന്റെ ഞാൻ പറഞ്ഞില്ലേ, നോക്കും ഓരോ മുദ്രകൾ എങ്ങനെയൊക്കെയാണെന്നുള്ള സെർച്ച് ചെയ്ത് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കും. അതെങ്ങനെയാണ് ഇപ്പൊ ഗണപതിയുടെ ആണെങ്കിലോ അല്ലെ മഹാവിഷ്ണുവിന്റെ ആണെങ്കിലോ അങ്ങനെയൊക്കെ ശിവന്റെ ഒക്കെ അങ്ങനെ. എന്നിട്ട് സൂം ചെയ്ത് നോക്കും, ഓരോ മുദ്രയെ സൂം ചെയ്ത് അവരുടെ ഫേസ് എങ്ങനെ പോണു, തല ചരിച്ചു പിടിക്കണത് എങ്ങനെയാണ്, എത്ര ഇതിലാണോ അല്ലെ കാല് ചവിട്ടണത് എന്താണ്. നമ്മള് തിരുവനന്തപുരത്ത് പോയി കളിച്ചപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞില്ലേ 4 ഡാൻസാ മോളവിടെ കളിച്ചത്.
അപ്പോൾ 4 ഡാൻസ് കളിച്ചപ്പോഴും മാടുമേക്കും കണ്ണേ എന്നുള്ളത് ടീച്ചർമാർ പറയുന്നത് പാവാഭിനയില്ല. അപ്പോൾ ടീച്ചർമാർ പറയുന്നത് പാവാഭിനയം നന്നായിട്ട് ചെയ്യാനുണ്ട്, നല്ലോണം വഴങ്ങും നോക്കുന്നത്. ആ ടീച്ചർമാരൊക്കെ നല്ല കലാഞ്ജലി ഫൗണ്ടേഷനിലെ സൗമ്യ മാഡം നല്ല സപ്പോർട്ടാണ് നോക്ക്. ഇപ്പോഴും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ടീച്ചറാണ് ഈ പുഷ്പാഞ്ജലി ഇതിൻ്റെ ഇപ്പം കളിച്ചില്ലേ മോള്, ആ ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുത്ത് കുറച്ച് അടവുകൾ മോക്ക് ഇതൊക്കെ യൂട്യൂബിന് എടുത്ത് കൊടുത്ത് അത് മോളെ കൊണ്ട് പഠിപ്പിച്ച് ടീച്ചർ നല്ല സപ്പോർട്ട്. പക്ഷേ ടീച്ചറിന് തിരുവനന്തപുരത്ത് ഞാൻ പറയട്ടെ, നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത്, എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് നമ്മളെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ്, സൂം, അങ്ങനെ കുറേ ആപ്പുകൾ വഴിയിട്ട് നമ്മൾ ലേൺ ചെയ്തൊക്കെ അവിടെയാണ്. ആ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്നാണ്, വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം പലതരം. അതുപോലെ അങ്ങനെ ഓൺലൈൻ പഠിത്തമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പഠിച്ചതുപോലെ ഓൺലൈൻ അല്ലേ, അതുപോലെ ഇതും പഠിച്ചു എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാശും ചിലവും ഒക്കെ ഇല്ലേ, അതും താങ്ങാൻ പറ്റാത്തതാണോ? നമ്മളിപ്പോ കലാഞ്ജലിയുടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു ഓർമ്മയിതായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു അത് നടത്തിയത്. അത് കഴിഞ്ഞപ്പോ രണ്ടാമതും അവര് മോക്ക് അവസരം കൊടുത്ത് ബാലസരസ്വതി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിൽ മോളെ ആഡ് ചെയ്ത് മോളെ ജോയിൻ ചെയ്തതില്. പക്ഷെ എന്ത് ചെയ്യാനാന്നറിയാം, ആ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നത്. പക്ഷെ ആ സമയത്ത് ഭക്തിയുടെ അച്ഛൻ ഇതാണൊക്കെ ഷോൾഡർ ഇങ്ങനെ പെയിൻ വന്നിട്ട് പണിക്കൊന്നും പോകാൻ പറ്റാണ്ടായപ്പോ നമുക്ക് സാമ്പത്തികം താങ്ങാൻ പറ്റാത്ത കാരണം കൊണ്ടുപോകാൻ പറ്റിയില്ല മോളെ. പരിപാടി ടീച്ചറോട് ടീച്ചറിന് അത് ഭയങ്കര വിഷമമായി. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മേക്കപ്പിന്റെ ഓർണമെന്റ്സ് ഇപ്പം ഹസ്ബൻഡിന് അനിയത്തിയും കൂടെ ഓർണമെന്റ്സ് ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഒരുക്ക മേക്കപ്പുകാരുടെ ചാർജ്, പിന്നെ കോസ്റ്റ്യൂം ഇല്ല, കോസ്റ്റ്യൂം നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത്, പിന്നെ ട്രാവലിംഗ് ചാർജ്. അന്ന് തന്നെ ആ വള്ളത്തോൾ ഇതിന്റെ ഫെസ്റ്റിന് പോയപ്പോൾ തന്നെ നമ്മൾ 2 ദിവസം അവിടെ താമസിച്ച് ഫുഡ്, താമസം, പിന്നെ കോസ്റ്റ്യൂമിൻ്റെത്, പിന്നെ മേക്കപ്പ്, അങ്ങനെ 19,000 രൂപയ്ക്ക് മേളിലാവും. നല്ല കാശാണ്. പക്ഷെ അത് പറയണം, മേക്കപ്പ് ചെയ്ത ഒരു പകുതി കാശേ മേടിച്ചുള്ളൂ നമ്മുടെ. മോളുടെ പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ പൈസ കൊടുത്തപ്പോ ആ മോളോട് തന്നെ ചോദിക്കും, ഇനിയും മേക്കപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇതുണ്ടാവും, മോളെ മേക്കപ്പ് ചെയ്യാനുണ്ട്. ഇനി ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാം. വലിയ കൊറിയോഗ്രാഫർ ഒക്കെ ആവട്ടെ. കൊറിയോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? ഞാൻ ഈ പറഞ്ഞ യൂട്യൂബ് തന്നെ ഇരുത്തി ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് 100 തവണ പഠിപ്പിച്ചാലും പഠിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എന്റെ ശരീരം വഴങ്ങത്തില്ല. നമ്മൾ എപ്പോഴേ നമ്മളുടെ പരിമിതികളിൽ നിന്നിട്ട് കഴിയത്തില്ലയോ, എനിക്കത് പറ്റത്തില്ല, എൻ്റെ അച്ഛനെ കൊണ്ട് അത് സാധിക്കത്തില്ല, വിട്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കാലത്ത് എല്ലാ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, മനസ്സിലായി? അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒരു മിമിക്രി കാണിച്ചു തരാമോ? അത് അനിയനെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കേണ്ടത്. രണ്ടുപേരും കാണിക്കും. അവനെ പഠിപ്പിക്കുന്നത് അവളാണ്, മോളാണ്. അല്ല കാണീര്, എന്നെ നോക്കണ്ട, അങ്ങോട്ട് നോക്കിട്ടോ. ആന ചിഹ്നം ആന ചിഹ്നം വിളിക്കുന്ന കാണിച്ച്. ടെൻഷനുണ്ട് കക്ഷിക്ക്. ഭക്തിയുടെ ട്രോഫീസ് ഒക്കെ ഒന്ന് കണ്ടാലോ? ഭക്തിയുടെ വീടിനകത്ത് പോയിട്ട് നമ്മള് ഭക്തിക്ക് കിട്ടിയ സമ്മാനങ്ങൾ അല്ലെ, ഡാൻസ് പഠിച്ച് കിട്ടിയ സമ്മാനങ്ങൾ കാണാൻ പോകും. എന്തോ വരപ്പും എല്ലാം ഉണ്ടല്ലേ? എടുത്ത് കാണിക്കുന്നതാണ്. ഓ, രണ്ടുപേർക്കും ഓരോ തട്ടൊക്കെ ഉണ്ടാ? ഇതാണ് നിങ്ങളുടെ സമ്മാനങ്ങൾ അല്ലേ? ആ വലിയ ട്രോഫി ചിത്രരചന മത്സരത്തിന് കിട്ടിയ ട്രോഫി. എന്റെ വീടാ വിഷയം, വെറുതെ ഒന്ന് വരച്ചത്. ആണോ? എന്റെ വീട് വരച്ചപ്പോ ഈ വീടാണോ വരച്ചേ? പിന്നെ എന്തായിരുന്നു സങ്കല്പം? മരവും വീടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് കൊച്ചിന്റെ ആണല്ലേ? ഇത് ആന ചിഹ്നം വിളിച്ചുണ്ടാക്കിയതാണോ? അല്ല, ഇത് പഠിത്തത്തിന് ഫസ്റ്റ് കിട്ടിയ മത്സരത്തിന് മോന് സെക്കൻഡ് കിട്ടി. അതിന് ഫസ്റ്റ് ഭക്തിക്കായിരുന്നു, സെക്കൻഡ് മോന്. പിന്നെ ക്ലാസ് ഫസ്റ്റിന് കിട്ടിയതൊക്കെയാ ഇത്. LKG മോൻ സ്കോളർഷിപ്പിന് കിട്ടിയതാണ് മറ്റേ ഇത് രണ്ടും. ഇതാണ് ഭക്തിയുടെ പണ്ടത്തെ ഫോട്ടോ ആണോ? ഒന്നാമത്തെ ബർത്ത്ഡേ ആണോ? ഇതാണ് നിങ്ങൾ കിടക്കുന്ന സ്ഥലം? 4 പേരുമോ? അല്ല, ഇവിടെ അച്ഛനും അമ്മയും കിടക്കും, അകത്ത് ഞങ്ങൾ 2 പേരും. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ? അല്ല, അച്ഛനും അമ്മയും. അച്ഛനും മോനും ഇവിടെ കിടക്കും, ഞാനും മോളും അവിടെ കിടക്കും. ഞാൻ അച്ഛനും അമ്മ, ഇവിടെ അച്ഛനും അമ്മയെന്ന്. ഇത് നിങ്ങൾ 2 പേരും കിടക്കുന്നത് അല്ലേ? ഈ ഷെഡ് പണിയാനുള്ള കാശാണോ നിങ്ങൾ ഇപ്പൊ എടുത്തെന്ന് പറഞ്ഞ ലോണ്? ചെറിയ തുക എടുത്തതാണ്. പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് അവര് കുറെ എഴുതി കൂട്ടി വെച്ചത്. ഞാൻ പറഞ്ഞേ, ഭക്തി അടിപൊളിയായിട്ട് മിന്നിയ
ഈ നമ്മളുടെ ഈ കുറവുകളൊക്കെ ഇത് നമുക്ക്- ഇത് TV കുറവുകളൊക്കെ ക്ലാസ്സിൽ മേടിപ്പിച്ചതാ. ആണല്ലേ? ഡാൻസ് ഇതിന് ഫോണിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ആ. അവർക്ക് സൂം ചെയ്ത് കണ്ട് കാണാൻ പഠിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് അത് മാസടവിന് മേടിച്ചതാണ്. ഇത് മാസടവിന് മേടിച്ചാണല്ലേ? മാസടവിന് മേടിച്ചതാണ്. ട്രൈ ചെയ്യൂ. സപ്പോർട്ട് നമ്മള് നല്ല അച്ഛനും സപ്പോർട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും. കടവതിയൊക്കെ വരച്ചു. അച്ഛൻ പടം വരയ്ക്കും. ആ, ആ. പിന്നെ ഞാൻ ചെറുതായിട്ട് കവിത എഴുതും, ഓ, ചെറുതായിട്ട് പടം വരയ്ക്കും. ആ, ആ, ആ. അല്ല എന്താണെങ്കിലും ഇത് ഭക്തി ഭക്തി കിട്ടിയ കണ്ടായിരുന്നു. ആ. ഭക്തി കിട്ടിയ ആ. dance. ഞാൻ കാര്യം പറയട്ടെ, ഈ നമ്മൾക്ക് നമ്മളുടെ പരിമിതികൾ നമ്മളാണ് നിശ്ചയിക്കുന്നത്. അതായത് നമ്മൾ എത്രത്തോളം ഉയരത്തിൽ പറക്കണം എന്ന് നമ്മളാണ് ചിന്തിക്കുന്നത്. അതിനെ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന അത്രയും തന്നെ പറ്റത്തുള്ളൂ. പക്ഷെ കൊച്ച് എനിക്ക് തന്നെ മാതൃകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് എത്ര ഹൈറ്റ്സിൽ വേണമെങ്കിലും പറക്കാമെന്ന് കുഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്കറിയില്ല എൻ്റെ വാർത്ത എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. എത്തിയാൽ, അങ്ങനെ സംഭവിച്ചാൽ, നമ്മുടെ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു സ്പോൺസറെ കിട്ടിയാൽ പഠിക്കാൻ പോകണം നൃത്തം. മാത്രമല്ല അത് ഇപ്പം പറഞ്ഞ് കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വിളിക്കുമായിരിക്കും. ആ പുതിയ തമാശ പടത്തിന്റെ അത് അങ്ങനെ ഇടാമോ? അല്ലെങ്കിൽ അവരുടെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുക്കാനാ പറഞ്ഞത്. അവര് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പുതിയ സിനിമ. ആ, അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ചെയ്യ്, എന്താണെങ്കിലും വരുമാനം വരും. ഇൻസ്റ്റയിലൊക്കെ നല്ല സെറ്റായിട്ട് നിൽക്ക്, പൊളിക്കാന്നേ. എന്താണെങ്കിലും ഇറങ്ങിയില്ലേ നമ്മൾ. ഭക്തിയുടെ ഒരു ക്യാരക്ടർ എന്താ അറിയാമോ? വാശി. ഒരാളങ്ങനെ നെഗറ്റീവ് പറയുന്നതാണ് ഭക്തിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം നമ്മളൊരാൾ അല്ലെങ്കിൽ ഭക്തി ഇങ്ങനെ തള്ളായിരിക്കും. ഡാൻസ് പഠിക്കണമെങ്കിൽ തന്നെ അമ്മ എന്നെ വാശി കേട്ടു, നിനക്ക് അത് പറ്റത്തില്ല, എന്നെ കൊണ്ട് അത് സാധിക്കില്ല, അത് പഠിക്കാൻ പറ്റില്ല ഭക്തി എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഭക്തി പിന്നെ അന്ന് നടന്ന് ഉറങ്ങണേക്ക് മുമ്പ് അത് പഠിച്ച് കളിച്ച് കാണിച്ച് എന്നിട്ട് ചോദിക്കും. അപ്പം എന്നിട്ട് പറയും, അവസാനം അവള് തന്നെ പറയും, ഇത് അമ്മയുടെ ഒരു വിദ്യ എന്നെ കൊണ്ട് പഠിപ്പിക്കും. എന്നിട്ട് സ്കൂളിലെ ആനിവേഴ്സറിക്ക് എന്റെ പരിപാടി വേണം, അത്രയും ദിവസം പറഞ്ഞില്ല. ആ ആനിവേഴ്സറിയുടെ തലേന്നാ പറഞ്ഞേ ഒരു ഡാൻസ് വേണമെന്ന്. അപ്പം പാതിരാത്രി ഇവിടെ ഇന്ന് ഡാൻസ് കളിച്ച് പഠിച്ച് അമ്മേനെ കളിച്ച് കാണിച്ച് അവിടെ പോയി കളിച്ചു. പ്രണവാലയ എന്നുള്ളത് കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടാ. ഒരു പ്രാവശ്യം നാടോടി നൃത്തത്തിന് പോയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വയ്യാണ്ടായിപ്പോയി, ഛർദിലായിപ്പോയി. കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിന് നാടോടി സ്വന്തമായിട്ട് പഠിച്ചു തന്നെ പോയത്. പോയതല്ലേ? അപ്പൊ എന്താണെങ്കിലും അടിപൊളിയായിട്ട് നിൽക്ക്, ലൈഫിൽ മുന്നേറ്. ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കേട്ടോ? തോറ്റു മാറില്ല. അത് ഭക്തിനെ അറിയാവുന്നവർക്ക് അറിയാം. ഭക്തിയുടെ വാശി വെച്ചാൽ ഭക്തി എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഭക്തി സൈലന്റ് ആണ്, അധികം സംസാരിക്കാറില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അധികം സംസാരം ഒന്നുമില്ല. പക്ഷെ ഭക്തി ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏത് സ്ഥലത്ത് എവിടെ പോണോന്ന് പറഞ്ഞാലും സെറ്റ് ചെയ്യല്ലേ, അത് നടത്തും. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തിരുവനന്തപുരത്ത് പ്രോഗ്രാമിന് തന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആരായാലും ഒന്ന് ഭയക്കും. ഇത്രയും വലിയ പ്രഗത്ഭരായ നൃത്ത ഡാൻസുകാരൊക്കെ മുന്നിൽ ചെല്ലും. സെലക്ട് ചെയ്തല്ലേ? അപ്പൊ അടിപൊളിയാന്നേ, ഭക്തി അങ്ങ് പൊളിക്കും കേട്ടോ. എന്ത് മത്സരം, കിസ് മത്സരം വന്നാലും ഭക്തി, ചിത്രരേഖ ഇതിന് വന്നാലും അല്ല, അത് നല്ലതാണ്, പിള്ളേർ ഇതായിട്ട് നിൽക്കുന്നല്ലേ. അപ്പൊ ശരി, ഞങ്ങൾ പൊക്കോട്ടെ.